നമസ്കാരം. കോൺഗ്രസും മാപ്രാകളും എങ്ങനെയൊക്കെ രാഹുലിനൊരു പടനായകന്റെ വേഷം അണിയിപ്പിക്കാൻ നോക്കിയാലും ജനങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധി പഴയ പപ്പുമോൻ തന്നെയാണ്. കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളും കപട മതേതരത്വ പോരാളികളും ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുന്ന തിരക്കിലാണ്. രാഹുൽ ഗാന്ധി BJPക്കെതിരെ പട നയിച്ചു, കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയാണ് പലരും അവകാശപ്പെടുന്നത്. എന്നാൽ ഇത്തരം അവകാശവാദങ്ങളിലെ പൊള്ളത്തരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഫേസ്ബുക്ക് ഉപയോക്താവായ ജിതിൻ ജേക്കബാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്തോ മലമറിച്ചെന്ന് പറഞ്ഞുള്ള ബഹളമാണ് കേരളത്തിൽ. രാഹുൽ ഗാന്ധി ജയിച്ചു എന്ന് എന്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് കണക്കിന്റെ പിൻബലത്തിലാണ് പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചോ? അതോ കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയോ? 543 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആകെ മത്സരിച്ചത് തന്നെ 328 സീറ്റുകളിലാണ്. അതിൽ വിജയിച്ചത് വെറും 99 എണ്ണത്തിൽ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ സത്യാവസ്ഥയും അതുതന്നെയാണ്. മാധ്യമങ്ങൾ BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇകഴ്ത്താൻ രാഹുൽ ഗാന്ധിയെ പൊക്കിപ്പിടിക്കുന്നു എന്ന് മാത്രം. BJP ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചത് 240 സീറ്റിലാണ്. ഘടകകക്ഷികളുടെ വോട്ടും BJPക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ അത് വളരെ തുച്ഛമെന്നേ പറയാൻ കഴിയൂ. NDAയിൽ ഉള്ളത് 14 ചെറുകിട പാർട്ടികൾ മാത്രമാണ്. ബീഹാറിൽ സഖ്യമുണ്ടാക്കിയാണ് മത്സരിച്ചതെങ്കിലും ബീഹാറിൽ BJP ശക്തരാണ്. ഇപ്പോഴും ബീഹാർ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് BJPക്കാണ്. ആന്ധ്രയിൽ മുമ്പും BJPക്ക് MLA ഉണ്ടായിരുന്നു. എന്നിരുന്നാലും വാദത്തിന് ആന്ധ്രയിൽ സഖ്യകക്ഷികളുടെ വോട്ട് കൊണ്ട് കൂടി ജയിച്ചു എന്ന് പറയാം. പക്ഷെ അത് വെറും 3 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ് നേടിയ 99 സീറ്റിൽ സ്വന്തം കരുത്തുകൊണ്ട് നേടിയത് കേരളത്തിൽ നിന്നുള്ള 14, കർണാടകയിലെ 9, രാജസ്ഥാനിലെ 8, പഞ്ചാബിലെ 7, അസമിലെ 3, ഹരിയാനയിലെ 5, പിന്നെ ചില സംസ്ഥാനങ്ങളിൽ 1ഉം 2ഉം ഒക്കെ. ആകെ കൂടി 50-52 സീറ്റുകൾ മാത്രമാണ്. ബാക്കിയെല്ലാം ഘടകകക്ഷികളുടെ ഔദാര്യമാണ്. ഈ യാഥാർത്ഥ്യം അറിഞ്ഞിട്ട് മാധ്യമവും കോൺഗ്രസിനെ രാഹുലിനെയും വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഇനി കോൺഗ്രസും BJPക്കുമായി നേരിട്ട് ഏറ്റുമുട്ടിയെടുത്ത് 217 സീറ്റുകളാണ്. അതിൽ 153 വിജയിച്ചത് BJPയാണ്. വിജയ ശതമാനം 70.5%. അവിടെയും കോൺഗ്രസ് വൻ തോൽവിയായി. 10 വർഷം പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ടും ഇപ്പോഴും 100 സീറ്റ് പോലും കോൺഗ്രസിന് ഇല്ല എന്നോർക്കണം. ഇന്ത്യയിലെ അഴിമതിക്കാരും മത തീവ്രവാദികളും ഉൾപ്പെട്ട 900 പാർട്ടികളെ ചേർത്ത് വെച്ച് മത്സരിച്ചിട്ടും എല്ലാവർക്കും കൂടി BJP ഒറ്റയ്ക്ക് നേടിയ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. ഏത് രാഷ്ട്രീയ കക്ഷി ആയാലും 10 വർഷമൊക്കെ തുടർച്ചയായി ഭരിക്കുമ്പോൾ ജനം മടുക്കും. ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടും സംസ്ഥാനങ്ങളടക്കം ഒറ്റയ്ക്ക് ഭരിക്കുന്ന 20ഓളം ശക്തരായ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉണ്ടായിട്ടും BJP നേടിയ 240 സീറ്റിന്റെ 7 അയലത്ത് കോൺഗ്രസിനെ എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കുകയും ചെയ്യുന്നു. അരുണാചൽ പ്രദേശ്, സിക്കിം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അരുണാചൽ, ഒഡീഷ എന്നിവിടങ്ങളിൽ BJPയും സിക്കിം, ആന്ധ്ര എന്നിവിടങ്ങളിൽ BJP നയിക്കുന്ന NDAയുമാണ് വിജയിച്ചത്. കോൺഗ്രസ് അവിടെയും നാമാവിശേഷമായി. ഈ സംസ്ഥാനങ്ങളെല്ലാം കോൺഗ്രസ് വർഷങ്ങളോളം ഒറ്റയ്ക്ക് ഭരിച്ചതാണ് എന്നോർക്കണം. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ഒരിക്കലും ഇത്രയും സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്തത് കിട്ടിയപ്പോൾ ഉള്ളൊരു ആവേശം, അത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.